വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ഗീവർഗീസ് സ്റ്റണി, ഡയറക്ടർ HNC ഗ്രൂപ്പ്, വെൽക്കം സ്പീച്ച് പറഞ്ഞ ഡോക്ടർ രാജു നാരായണസ്വാമി. I am so happy that I am sharing podium with Raju Narayanaswamy sir, who is always my inspiration throughout my life, I would say. ഫെഡറൽ ബാങ്ക് ഈ HNCയുടെ ഈ വളരെ ഉദാത്തമായ സംരംഭത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങളൊരു ബാങ്ക് എന്നതിനപ്പുറം ബാങ്ക് കഴിഞ്ഞ 90-93 വർഷമായിട്ട് ഞങ്ങൾ ബാങ്കിങ് മേഖലയിലുണ്ട്. HNC ചെയ്യുന്ന പോലെ തന്നെ, അതായത് സൊസൈറ്റിക്ക് എന്ത് തിരിച്ചു കൊടുക്കാം, ബാങ്കിങ് സേവനത്തോടു കൂടെ നമുക്ക് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത, സാമൂഹികമായിട്ടുള്ള വികാസം, ഇതൊക്കെയാണ് കേരളത്തിലെ സ്വന്തം ബാങ്കായ ഫെഡറൽ ബാങ്കിൻ്റെ ലക്ഷ്യങ്ങൾ. അതിൽ ഇതേപോലെയുള്ള യൂത്ത് എംപവർമെൻറ്റ് പ്രോഗ്രാംസ്, നോളജ് ബേസ്ഡ് പ്രോഗ്രാംസ്, നോളജ് എംപവർമെൻറ്റ്, ഹെൽത്ത് എംപവർമെൻറ്റ്, അതുപോലെ ഒരുപാട് മേഖലകളിൽ ഞങ്ങൾ CSRലൂടെയും അതുപോലെ സ്പോൺസർഷിപ്പിലൂടെയും ഞങ്ങൾ കടന്നു ചെല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഇതര ബാങ്കിങ് സ്ഥാപനങ്ങളിൽ നിന്ന് ഫെഡറൽ ബാങ്ക് വ്യത്യസ്തമാകുന്നു. അത് സൊസൈറ്റിയുടെ ഒരു കൂടെ എപ്പോഴും നമ്മൾ ബാങ്ക് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം പലപ്പോഴും CSRും അതുപോലെ സ്പോൺസർഷിപ്പിനൊക്കെ ചോദിക്കുമ്പോൾ ഒരാളും ഞങ്ങളത് സാങ്ഷൻ ആക്കില്ല എന്ന് വിചാരിക്കുന്നില്ല. ഞങ്ങൾ മിക്കവാറും കേസുകളിൽ ഞങ്ങൾ സാങ്ഷൻ ആക്കാറുണ്ട്. അതുപോലെ അതിൻ്റെ തുക ഒന്നുമല്ല, അതിൻ്റെ ശരിയായിട്ടുള്ള കാരണമാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. അപ്പോൾ ഇത് ഞാൻ ഈ അവസരം HNCയെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. കാരണം ഇങ്ങനൊരു സംരംഭം, അവർ പുസ്തക പ്രസാധന വിതരണ രംഗത്ത് ഏതാണ്ട് 80 വർഷത്തോളമായിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. ഞാൻ സാറ് പറഞ്ഞ HNCയുടെ നോട്ട് ബുക്ക് എഴുതിയെന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞ കുന്നംകുളംകാരനാണ്. അപ്പോൾ ഞാൻ കുന്നംകുളത്ത് HNCന്ന് ബുക്ക് വാങ്ങിച്ചാണ് ഞാൻ ബാങ്കിൽ ജോലിക്ക് തന്നെ കയറിയത്. അപ്പോൾ അത്രയും റിലേഷനാണ് എനിക്ക് HNCയുമായിട്ടുള്ളത്. HNCയിലെ ഒരുപാട് പേര് എനിക്കറിയാം. HNCയുടെ ഫാമിലി മെമ്പറായിട്ടുള്ള ഒരു മേഴ്സി ടീച്ചറാണ് ഞാൻ തൃശ്ശൂർ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ തുടങ്ങി. അവിടെ ബ്രദർ വിക്ടർ എൻ്റെ വളരെ ക്ലോസ് സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ ബാങ്കിങ്ങിനപ്പുറം HNCയുമായിട്ടുള്ളൊരു വലിയ ബന്ധമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ശരിയായിട്ടുള്ള സംരംഭങ്ങൾ, ക്യൂസ് കോമ്പറ്റീഷൻ പോലെ സംരംഭങ്ങൾ തീർച്ചയായിട്ടും ഈ തലമുറയ്ക്ക് ഗുണം ചെയ്യുന്നതാണ്. ഇന്ന് അന്യം നിന്ന് പോയ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. ഇതേപോലെയുള്ള ഈ ഡിജിറ്റൽ അഡിക്ഷൻ, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ കൂടെ ഇതുപോലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ ഡ്രഗ് അഡിക്ഷനേക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ളത് ഡിജിറ്റൽ അഡിക്ഷനാണെന്ന്. ഇത് പാരൻസ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ അതായത് അവരുടെ സർഗാത്മകതയാണ് അതിലൂടെ ചോർന്നു പോകുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. അവർ എളുപ്പ വഴികളിലൂടെ ChatGPTയിലും മറ്റും പോയി അവരുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ആവട്ടെ, അല്ലെങ്കിൽ മറ്റ് അവരുടെ ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഡിജിറ്റൽ അഡിക്ഷൻ നമ്മൾ പതിയെ കുറച്ചേ മതിയാവുള്ളൂ. അത് ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ നല്ല ക്യാരക്ടർ ഫോർമേഷനും അത് തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും. അപ്പോൾ ഇവിടെ വിജയിച്ച കുട്ടികൾക്കും ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ശോഭനമായ ഒരു നല്ല ഭാവി എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.